എടാ ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരുപാടാണ് ട്രയൽ അലോട്ട്മെന്റ് നമുക്ക് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇതിന് നിങ്ങൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വെറുതെ കാരണം ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ +1 അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടാവും. ആ തെറ്റ് ഇനി ആവർത്തിക്കരുത്. ഇനി ഒരവസരം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ആരെങ്കിലും ഇനി നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് ചുമ്മാ നോക്കിയ കുട്ടികളെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നുമില്ല. എന്നാലും നിങ്ങൾ ഈ എഡിറ്റ് ആപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും ഒരു തവണ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നിർബന്ധമായി നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കണം എന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇനി വെറുതെ നിങ്ങൾ ഒരു കാര്യമില്ല എനിക്ക് ഒന്നും എഡിറ്റ് ചെയ്യാനില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൊടുക്കാൻ മറന്നാൽ പിന്നെ നിങ്ങൾ അലോട്ട്മെന്റ് നിങ്ങൾ പുറത്താവും. അപ്പോൾ ആവശ്യമില്ലാത്ത ആൾക്കാർ ക്ലിക്ക് ചെയ്യണ്ട. ക്ലിക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് അടിച്ച് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാം, നെക്സ്റ്റ് അടിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവസാനം ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. ഇനി എന്തൊക്കെ കാര്യമാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക ഒരു സംശയം വേണ്ട. എല്ലാ സാധനം നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ, നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ, അതൊക്കെ ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിന്റെ കോഡിൽ നിങ്ങൾ പഠിച്ച സ്കൂൾ കോഡ് ഉൾപ്പെടെ, നിങ്ങളുടെ അഡ്രസ്സ് ഉൾപ്പെടെ, ആധാർ നമ്പർ ഉൾപ്പെടെ, പിന്നെന്താ നിങ്ങളുടെ ഇമെയിൽ ID ഉൾപ്പെടെ, നിങ്ങളുടെ സ്കൂൾ സെലക്ഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിചാരിക്കണം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സ്കൂൾ കൊടുക്കണ്ട, മാറ്റാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കുകയാണ് ചില സ്കൂളിൽ കൊടുക്കണം, ഡിലീറ്റ് ചെയ്തേക്കാം. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ ആലോചിക്കണം വേറെ 2-3 സ്കൂൾ ആഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് എന്തൊക്കെയാണോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സ്കൂളിന്റെ പേര് മുതൽ ആധാർ കാർഡ് മുതൽ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ക്ലബ് സർട്ടിഫിക്കറ്റ്, പല ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് കാര്യം, ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തരുന്നുണ്ട്. ക്ലബ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്തൊഴികെ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതൊന്നും മാറ്റാൻ കഴിയില്ല. അതുപോലെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടി ഇനി ഒരു തെറ്റ് ആവർത്തിക്കാതെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക. ഇതെല്ലാം ചെയ്തതിനു ശേഷം എപ്പോഴാണ് ഏത് സമയം നോക്കി നിങ്ങൾ 2025 മെയ് 28 വൈകിട്ട് 5 മണി വരെ അപേക്ഷകരുടെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിക്കാം. എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എഡിറ്റ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് ആവശ്യമായ തിരുത്തുകളും വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എപ്പോഴാണ് മെയ് 28-ാം തീയതി വൈകിട്ട് 5 മണി വരെ, അതായത് 4 ദിവസം നമ്മുടെ മുന്നിൽ സമയമുണ്ട്. അതുകൊണ്ട് എടാപെടാൻ ചെയ്യേണ്ട, തെറ്റുകളൊന്നും വരുത്താതെ സ്കൂളുകളൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കുക. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തു എന്ന് ഉറപ്പാക്കുക. അത് നെക്സ്റ്റ് അടിച്ചു പോയാൽ ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ ഉണ്ടായിരിക്കും. ആ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനും സാധിക്കൂല. ഫൈനൽ സബ്മിഷൻ കൊടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പരിഗണിക്കൂല. ഓക്കെ, അപ്പോൾ കൃത്യമായി എല്ലാ എഡിറ്റുകളും മൊത്തം ഒന്ന് പരിശോധിക്കുക. വീണ്ടും എന്താ നിങ്ങൾ വെരിഫൈ ചെയ്തെല്ലാം ശരിയാണ്. എന്നിട്ട് അവസാനം നിങ്ങൾ ഫൈനൽ സബ്മിഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമുണ്ട്. അതായത് 28-ാം തീയതി വരെ സമയം ഉണ്ടോ. നിങ്ങൾ തിരക്കൂടി ചെയ്യേണ്ട. ഇന്നും നാളെയൊക്കെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. റെഡി. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് നിങ്ങളുടെ തന്നെ ഒരുപാട് ഫ്രണ്ട്സുകൾ സംശയമുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ. വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചോ. നമ്മുടെ ചിജുപോന്റെ +1 ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. നിങ്ങളുടെ +1 എല്ലാ ക്ലാസ്സുകളും, കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, എന്ത് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് എജുപോൾ നിങ്ങൾ കൂടെ ഉണ്ട്. നമ്മുടെ എല്ലാ +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ക്ലാസ് അവൈലബിൾ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽസ് ലിങ്ക് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഡൗട്ട് ക്ലിയറൻസ് നമ്പർ ഉണ്ട്, നിങ്ങളുടെ അലോട്ട്മെന്റ് ഹെൽപ്പ് ഡെസ്കിന്റെ. ആ നമ്പറും താഴെ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വാട്സാപ്പിലേക്ക് എത്തും. നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഒരാകും അറിയാത്തതിന്റെ പേരിൽ, തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല, +1 സീറ്റ് കിട്ടാതിരിക്കാൻ എജുപോർട്ട് ഒരിക്കലും സമ്മതിക്കില്ല. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. സൂക്ഷിച്ച് ചെയ്യുക. ഇനി എന്ത് സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിഹാൽ സാറിന്റെ ഇൻസ്റ്റാ പേജ്, നിഹാൽ സാർ എന്ന ഇൻസ്റ്റാ പേജ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എല്ലാ ഡൗട്ടും നിഹാൽ സാർ അവിടെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. തെറ്റുകൂടാതെ ചെയ്യുക.